എന്താണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് അറിയാം? അതറിയാൻ അത്ര വലിയ പാടുപെടേണ്ട ആവശ്യമൊന്നുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർദ്ധരാത്രിയിൽ പോസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം വീഡിയോസ് വെറുതെ ഒന്ന് നോക്കിയാൽ മതി. ജന്തർ മന്ദിറിൽ നടന്ന CJP പ്രതിഷേധത്തിനിടെ തനിക്കെതിരെ ഉയർന്ന അധിക്ഷേപ പരാമർശങ്ങളോട് പ്രതികരിച്ച് രാത്രി മോദി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. രാവിലെ പോസ്റ്റ് ചെയ്താൽ ഉണർന്നിരിക്കുന്നവരെല്ലാം കൂടി വന്ന് ചോദ്യങ്ങൾ ചോദിച്ചാലോ എന്ന് പേടിച്ചിട്ടാവാം രാത്രി മാത്രമേ അദ്ദേഹം പോസ്റ്റ് ചെയ്യാറുള്ളൂ. എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി വൈകാരികവും ചെറിയ തരത്തിലുള്ള വിക്ടിം കാർഡും എല്ലാം ചേർത്ത് ഇൻസ്റ്റഗ്രാം അൽഗോരിതത്തിന്റെ ഒരു പൾസ് അറിഞ്ഞിട്ടുള്ളതാണ് പുതിയ കോണ്ടന്റ്. പ്രൊട്ടസ്റ്റിൽ തന്നെയും തന്റെ മരിച്ചുപോയ അമ്മയും വരെ അധിക്ഷേപിച്ച വിദ്യാർത്ഥികളോട് ക്ഷമിക്കാൻ താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നറിയിക്കുകയാണ് വീഡിയോയിൽ നരേന്ദ്രമോദി. അങ്ങനെ വെറുതെ അങ്ങ് ക്ഷമിക്കുകയല്ല, അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ കോട്ട് ചെയ്യുകയാണെങ്കിൽ, ജന്തർ മന്ദിറിൽ നടന്ന പ്രക്ഷോഭത്തിൽ ചില വികൃതി കുട്ടികൾ എന്നെയും എൻ്റെ അമ്മയെയും ചീത്ത വിളിച്ചു. കുട്ടികൾക്ക് തെറ്റുപറ്റും, പക്ഷെ നമ്മുടെ പെൺകുട്ടികൾ അടക്കം ഇത്തരം ഭാഷകൾ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവരോട് ക്ഷമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുട്ടികൾ വഴിതെറ്റിയവരാണ്. അവരെ ചേർത്ത് പിടിച്ച് നേർവഴി കാണിക്കേണ്ട സമയമാണിത്. ഇത് നമ്മുടെ കടമയാണ്. ഞാൻ പറയുന്നത് സ്വീകരിക്കാൻ സമൂഹത്തോടും അഭ്യർത്ഥിക്കുന്നു. വഴിതെറ്റിയവരെ നമുക്ക് നയിക്കാം. അതിനുവേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇതാണ് മോദിജി പങ്കുവെച്ച വീഡിയോയുടെ ഒരു ഏകദേശ സാരാംശം. അതായത്, നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശാം, പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാം, തെരുവിൽ അവരുടെ തലയടിച്ചു പൊട്ടിക്കാം. അതൊക്കെ സംസ്കാരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ചീത്ത വിളിക്കുക, ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമല്ലേ മക്കളെ എന്ന്. അതും പെൺകുട്ടികൾ അത് പറഞ്ഞു എന്നതാണ് മോദിക്ക് ഏറ്റവും വലിയ വേദന. മിസ്റ്റർ മോദി, താങ്കൾ ഒരു നിമിഷം ആ മണിപ്പൂരിലേക്കൊന്ന് നോക്കൂ. അവിടെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന സ്ത്രീകളെ നിങ്ങൾ കാണുന്നില്ലേ? അവരെ ഉപദ്രവിച്ച് തെരുവിലൂടെ നടത്തുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് കണ്ടിട്ടും നിങ്ങൾക്ക് വേദനിക്കുന്നില്ലേ? ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്ത 11 പേരെ പിന്തുണച്ച നിങ്ങളുടെ പുതിയ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ നിങ്ങൾക്കറിയില്ലേ? വിദ്യാർത്ഥികളെ നിന്നെയൊക്കെ ആരാണ് പെറ്റ് വളർത്തിയതെന്ന് അധിക്ഷേപിച്ച കങ്കണയോട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇതൊന്നും അഡ്രസ് ചെയ്യാതെ വിക്ടിം കാർഡ് ഇറക്കി ഗ്യാസ് ലൈറ്റ് ചെയ്ത് ആരെയാണ് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? CJP പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത പെൺകുട്ടികൾ അടങ്ങുന്ന വിദ്യാർത്ഥി സമൂഹത്തെ അധിക്ഷേപിച്ച് പല സംസ്ഥാനങ്ങളിലെ BJPയുടെ ഒഫീഷ്യൽ പേജിൽ വന്ന പോസ്റ്റുകളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നമ്മുടെ പെൺകുട്ടികൾ വഴിതെറ്റുമ്പോൾ സ്കെയിൽ വരച്ച് നേരെയാക്കാൻ കാണിക്കുന്ന വ്യഗ്രതയുടെ പകുതിയിലൊരു ശതമാനമെങ്കിലും സംഘപരിവാർ പ്രവർത്തകരുടെ ഭാഷ കറക്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ പുലർത്തിയെന്നെങ്കിലെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോവുകയാണ്. മാധ്യമങ്ങളെ കാണാനോ ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാനോ താല്പര്യമില്ലാതെ നടന്നൊരു പ്രധാനമന്ത്രിയെ കൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ 5 വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവിടുത്തെ വഴിതെറ്റിപ്പോയ ജെൻസി പിള്ളേർ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ നടന്ന വഴിയാണോ നിങ്ങൾ നടന്ന വഴിയാണോ തെറ്റിയതെന്ന് കാര്യമായൊന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കാവുന്നതാണ്. എന്താണെങ്കിലും മോദി ഗവൺമെന്റ് PR ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടീം തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. സ്ക്രിപ്റ്റും ടൈമിങ്ങും അടക്കം ഒടുക്കത്തെ ബ്രില്യൻസ് ആണ്. പിന്നെ ഈ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഭാഷയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ടോക്സിക് ബിഹേവിയറിനെ കുറിച്ചും അതിന്റെ മെഡിക്കൽ ടേമുകളെ കുറിച്ചുമൊക്കെ ജെൻസികൾ വളരെ എക്സ്പോസ്ഡ് ആണ്. മെന്റൽ ഹെൽത്തിനെ കുറിച്ച് വളരെ ഓപ്പണായ ഡിസ്കഷൻ നടത്തി അതിലൂടെ അതിന്റെ ടാബുവിനെ ഇല്ലാതാക്കിയവരാണ് ജെൻസികൾ. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുന്നതിന് പകരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവരോട് മോശമായി പെരുമാറിയത് കാരണം അവർ നിങ്ങൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ അവരെ ഒരു വില്ലനായി ചിത്രീകരിക്കുന്നതും ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഈ വീഡിയോയിൽ താങ്കൾ ഉപയോഗിച്ചിരിക്കുന്ന മെന്റൽ ഗെയിം ഗ്യാസ് ലൈറ്റിംഗ് ആണെന്ന സത്യം ഇപ്പോൾ തന്നെ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. ഈ രാജ്യത്തെ വഴിതെറ്റിപ്പോകുന്ന ചെറുപ്പക്കാരെ കുറിച്ച് താങ്കൾ അത്രത്തോളം കൺസേൺഡ് ആണെങ്കിൽ അന്യമതസ്ഥരെ തല്ലി ഓടിക്കുകയും ദൈവത്തിനും മതത്തിനും വേണ്ടി തല്ലുപിടിക്കുകയും വധഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്ന താങ്കളുടെ തന്നെ സംഘപരിവാറിൽ നിന്ന് തന്നെ അതിന്റെ പരിവർത്തനം ആരംഭിക്കും. ആദ്യം നമ്മൾ നന്നാവണം, പിന്നെ പാർട്ടി, അതിനുശേഷം പോരെ താങ്കൾ ഇൻസ്റ്റഗ്രാമത്തിലേക്ക് എത്തിച്ച ജെൻസി പിള്ളേർ.